നമ്മുടെ നാട്ടിലെ എല്ലാ ചായക്കടകളിലും വരെ കിട്ടുന്ന ഈ ഒരു പലഹാരത്തിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, പുറത്തുനിന്ന് നല്ല ക്രിസ്പിയാണ്, അകത്തുനിന്ന് നല്ല സോഫ്റ്റ്. ഈ പരിപ്പോടെ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ മലയാളികൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ കടക്കാർ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഇനി കടലപ്പരിപ്പല്ല, നിങ്ങളുടെ കയ്യിൽ പീസ് പരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. എന്നിട്ടതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കണ്ടില്ലേ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചിയുടേത്, ഒരു 4 വറ്റൽമുളക്, ഒരു 2 പിടി നമ്മുടെ ചെറിയ ഉള്ളി, ഇനി അതില്ലാന്നുണ്ടെങ്കിൽ പകുതി സവോള, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് പരിപ്പ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി തിരിച്ചെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഒന്ന് ചതഞ്ഞു വന്നു. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള പരിപ്പ് തന്നെയായിട്ട് ഒരു 2 പിടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മളുടെ ആ പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരിപ്പ് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ പുറത്തൂടെ, അതൊരു നല്ല ലുക്കാണ്. അടുത്ത ട്രിപ്പും കൂടി ഞാൻ അരച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ചെറിയുള്ളി, കറിവേപ്പില, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പച്ചമുളക്. ഇതും ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി, ഒന്ന് ചതച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ഒന്ന് കറക്കിയപ്പം ഇതേപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കി മിച്ചമുള്ള നമ്മുടെ പരിപ്പും കൂടി ഇതിൻ്റെ അകത്തിട്ടിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ എല്ലാ പരിപ്പും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചൊരു കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഊർന്നിറങ്ങും. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതാണ് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ടത്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് ഇതുപോലെ നനച്ച് വെച്ച് നമ്മൾ ഇതേപോലെ ഓരോ ഉരുളകൾ എടുക്കുക. എന്നിട്ട് കൈപ്പത്തിയുടെ നടുവിൽ ഇതേപോലെ വെച്ചിട്ട് കൈപ്പത്തി കൊണ്ട് തന്നെ അമർത്തുക. അപ്പം എന്ന് വെച്ചാൽ ആ പരിപ്പോടയുടെ നടുഭാഗം ഇച്ചിരി കട്ടിയായിട്ടിരിക്കും, അതിൻ്റെ ചുറ്റിനും കനം കുറഞ്ഞു ഇരിക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപ്പട ഉണ്ടാക്കേണ്ടത്. കണ്ടില്ലേ, സൈഡെല്ലാം നല്ല കനം കുറഞ്ഞാണ്. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒത്തിരി അങ്ങോട്ട് ചൂടാവരുത്, ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപ്പോട ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പരിപ്പട ഉണ്ടാക്കുമ്പോൾ നമ്മളൊരിക്കലും സവോള പരമാവധി അവോയ്ഡ് ചെയ്തേക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇടാവുള്ളൂ. അപാര ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. അതേപോലെ വെളുത്തുള്ളി ഞാനിവിടെ ഇട്ടിരുന്നത് 2 ചെറിയ പീസാണ് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ വലിയ ടേസ്റ്റൊന്നും വരരുത്. എന്നാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ള അടിപൊളി ഒരു നമ്മുടെ പരിപ്പടയാണ് നമ്മളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പരിപ്പടയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പരിപ്പടയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം.